ഓക്കെ, സോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് OnePlus അവരുടെ OnePlus Nord CE 5G എന്ന ഫോൺ ലോഞ്ച് ചെയ്തത്. CE എന്ന് പറയുമ്പോൾ OnePlus Nord കോർ എഡിഷൻ ആണ്. അതിൻ്റെ പ്രൈസ് പോയിന്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ, പക്ഷേ അങ്ങനെ പുതുമ ഒന്നുമില്ലായിരുന്നു. OnePlus Nordലുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിൽ വന്നത്. OnePlusൻ്റെ കോർ എഡിഷൻ ആണെന്ന് എല്ലാവരും പറഞ്ഞത്. സോ നോഡിൻ്റെ കോർ എഡിഷൻ ആണ്. കോർ എഡിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കോർ എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്, OnePlusൻ്റെ കോർ എലമെൻറ്റ്സ്. പക്ഷേ OnePlusൻ്റെ കോർ എലമെൻറ്റ് എന്ന് പറയപ്പെടുന്ന ആ ഒരു അലേർട്ട് സ്ലൈഡർ അവരെടുത്ത് മാറ്റി. സോ അങ്ങനെ കുറേ കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഈ ഒരു OnePlus Nord CEൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി OnePlus പുതിയൊരു ഫോൺ കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഓൾമോസ്റ്റ് കൺഫേംഡ് സ്പെസിഫിക്കേഷൻസ് പുറത്ത് വന്നിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെയാണ് വരാൻ പോകുന്നത്. നമുക്കതെല്ലാം നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് എടുത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. സോ ഒറിജിനൽ OnePlus Nordൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. സോ ഒരു ഗ്ലാസ് ബിൽഡ് ഫോണായിരുന്നു OnePlus Nord ഒറിജിനൽ അല്ലെങ്കിൽ OnePlus Nord. ബാക്കിൽ ഒരു തിൻ ക്യാമറ മോഡ്യൂളായിരുന്നു, ഒരു ഓവൽ ഷേപ്ഡ് ക്യാമറ മോഡ്യൂളാണ് അവർ കൊടുത്തത്. പക്ഷേ വരാൻ പോകുന്ന OnePlus Nord 2ൻ്റെ ക്യാമറ മോഡ്യൂൾ ഇങ്ങനെ ആയിരിക്കില്ല. സോ OnePlus Nord ആണെങ്കിലും Nord CE ആണെങ്കിലും സിമിലർ ക്യാമറ മോഡ്യൂൾസ് ആണ്. പക്ഷേ OnePlus Nord 2ൻ്റെ ക്യാമറ മോഡ്യൂൾ OnePlus 9ഉം 9 Pro ഉണ്ടല്ലോ, ഈ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസായ OnePlus 9, 9 Pro, ആ രണ്ട് ഫോൺസിൻ്റെ ക്യാമറ മോഡ്യൂളുമായിട്ട് സിമിലർ ക്യാമറ മോഡ്യൂൾസ് ആയിരിക്കും OnePlus Nord 2ൽ വരാൻ പോകുന്നത്. സോ അത്യാവശ്യം വീതിയുള്ള ഒരു ക്യാമറ മോഡ്യൂളായിരിക്കും നമുക്ക് OnePlus Nordൽ കാണാൻ കഴിയുക. പിന്നെ ആ ഒരു അലേർട്ട് സ്ലൈഡർ അവർ എന്തായാലും എടുത്ത് മാറ്റില്ല. Nord CE എന്ന് അവർ ആ ഒരു അലേർട്ട് സ്ലൈഡർ എടുത്ത് മാറ്റിയിരുന്നു. സോ ചില കംപ്ലയിൻറ്റ്സ് അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. മിക്കവാറും OnePlus Nord 2ലും ആ ഒരു അലേർട്ട് സ്ലൈഡർ ഉണ്ടാവും. പക്ഷേ ഈ OnePlus Nordൽ ഇല്ലാത്തൊരു ഫീച്ചർ OnePlus Nord CEൽ ഉണ്ടായിരുന്നു. അതാണ് ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഫീച്ചർ. ഈ ഒരു ഫീച്ചർ OnePlus Nord 2ൽ പ്രതീക്ഷിക്കേണ്ട, എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് ഉറപ്പ് വരുത്താം, OnePlus Nord 2ൽ ഹെഡ്ഫോൺ ജാക്ക് കാണില്ല. OnePlus Nordൻ്റെ ബിൽഡ് ഗ്ലാസ് ബിൽഡാണ്. ഇതേ രീതിയിൽ OnePlus Nord 2ൽ മിക്കവാറും ഗ്ലാസ് ബിൽഡായിരിക്കും. Nord CEൽ അവർ ആ ഗ്ലാസ് ബിൽഡ് എടുത്ത് മാറ്റി ഒരു കോമ്പോസിറ്റ് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്, ഒരു പ്ലാസ്റ്റിക് ലുക്കിംഗ് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായാലും Nord 2ൽ ഗ്ലാസ് ബിൽഡ് വരും. ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, സൂപ്പർ AMOLED ഡിസ്പ്ലേ ഉണ്ടാവും ഫോർ ഷുവർ. പിന്നെ OnePlus പ്രോമിസ് ചെയ്ത പോലെ OnePlusൻ്റെ എല്ലാ ഫോൺസിലും ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ട്. സോ ഇതിലും എന്തായാലും വരും. 90 Hz എന്തായാലും കാണും, കാരണം Nordൽ 90 Hz ഉണ്ടായിരുന്നു. ഞാൻ 120 Hz റിഫ്രഷ് റേറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ വരാനുള്ള ചാൻസസ് കുറവാണ്. കാരണം 40,000 പ്രൈസ് റേഞ്ചിലുള്ള OnePlus 9R ഉണ്ടല്ലോ, നല്ല റിവ്യൂസ് ഒക്കെ നേടിയ ഒരു ഫോണാണ് OnePlus 9R. അതിൽ 120 Hzൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സോ ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മിക്കവാറും ഇതിൽ ഒന്നുകൂടെ 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പുറത്ത് വന്നിരിക്കുന്ന ലീക്സ് അനുസരിച്ച് 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. 90 Hzൻ്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടാവും. HDR10+ൻ്റെ സർട്ടിഫിക്കേഷൻ കാണും. കോർണിംഗ് Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഒറിജിനൽ OnePlus Nordൻ്റെ ബാക്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരുന്നു, 48+8+2+2. മുമ്പ് വന്ന ലീക്സ് അനുസരിച്ച് വരാനിരിക്കുന്ന OnePlus Nord 2ൽ 64 മെഗാ ക്വാഡ് ക്യാമറ ആണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല വരുന്നത്. ഓൾമോസ്റ്റ് കൺഫേംഡ് ലീക്കാണ്. 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. സോ 50 മെഗാ പ്രൈമറി സെൻസർ +8+2. OnePlusൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസായ OnePlus 9ഉം 9 Proയിലുള്ള ആ ഒരു അൾട്രാവൈഡ് ഉണ്ടല്ലോ, 50 മെഗാ അൾട്രാവൈഡ് സെൻസർ, അതായത് സോണി IMX766 സെൻസർ, എക്സാക്ട്ലി അതേ സെൻസറാണ് OnePlus Nord 2ൽ വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ക്യാമറ സെൻസർ വരുന്നുണ്ട്. OnePlus Nordലും ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ സെൻസർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോട്ടോ പ്രോസസ്സിംഗ് നമ്മൾ കണ്ടില്ല. ഇത്തവണെങ്കിലും ആ ഒരു നല്ല ക്വാളിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ഫോട്ടോ പ്രോസസ്സിംഗ്, നല്ലൊരു ക്യാമറ ഓപ്റ്റിമൈസേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടും. ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോട്ടോസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്യാമറ ആയിരിക്കും 8 മെഗാ അൾട്രാവൈഡ് ക്യാമറ. അതിൽ സോണി IMX4 സീരീസ് സെൻസർ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ 2 മെഗാ മാക്രോ ഉണ്ടാവും. OnePlus Nordൻ്റെ ഫ്രണ്ടിൽ ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ ഫീച്ചറായിരുന്നു അവർ കൊടുത്തത്, 32+8 മെഗാ. പക്ഷേ ഇത്തവണ എന്തായാലും ആ ഒരു സെക്കൻഡ് ക്യാമറ ഉണ്ടാവില്ല. പ്ലെയിൻ 32 മെഗാ സോണി IMX616 സെൻസർ ആയിരിക്കും മിക്കവാറും വരുന്നത് OnePlus Nord 2ൽ. Nord 2ൻ്റെ ചിപ്സെറ്റിനെ കുറിച്ച് വന്നിരിക്കുന്ന ലീക്ക് ശരിയാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും നമുക്ക് OnePlus ആൻഡ് MediaTekൻ്റെ ഒരു കോമ്പിനേഷൻ കാണാൻ കഴിയുന്നത്. കാരണം ആസ് പെർ ലീക്സ് OnePlus Nord 2ൽ മിക്കവാറും MediaTekൻ്റെ Dimensity
1200 ചിപ്സെറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മീഡിയ ടെക്കിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. ഇപ്പം റീസെൻ്റ്ലി റിയൽമി ലോഞ്ച് ചെയ്ത റിയൽമി X7 മാക്സിനും എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഡൈമെൻസിറ്റി 1200 ചിപ്സെറ്റ് ഉള്ള റിയൽമി X7 മാക്സിൻ്റെ AnTuTu സ്കോർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 7 lakh ഉണ്ട്. 6.8 6.9 lakh AnTuTu സ്കോർ വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് പ്രതീക്ഷിക്കാം. സോ എന്തായാലും നല്ല ഗെയിമിംഗ് പെർഫോമൻസും കിട്ടും. സോ നോ ഡൗട്ട് ഇത് ബേസിക്കലി ഒരു 6 nanometer ഒക്ടാ കോർ ചിപ്സെറ്റ് ആണ്. 3.0 GHz ആണ് ടോപ്പ് ക്ലോക്ക് സ്പീഡ്. മാലി G77 GPU വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു ഇഷ്യൂവും വരാൻ പോകുന്നില്ല, ദാറ്റ്സ് ഫോർ ഷ്യൂർ. കാരണം ഇത് മീഡിയ ടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11 കാണും വിത്ത് ലേറ്റസ്റ്റ് ഓക്സിജൻ OS 11. ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ OnePlus Nordൽ 4115 mAh ബാറ്ററി ആയിരുന്നു. 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ടായിരുന്നു. OnePlus Nord Cയിൽ 4500 mAh ബാറ്ററി ഉണ്ട്. സോ തീർച്ചയായിട്ടും ആ ഒരു എക്സാക്റ്റ് ബാറ്ററി നമ്മുടെ Nord 2ലും വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിലും 4500 mAh ബാറ്ററി ഉണ്ടാവും. ചാർജിങ്ങിൻ്റെ സ്പീഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. 65 വാട്ടിൻ്റെ ചാർജിങ് വന്നാൽ അടിപൊളിയായിരിക്കും. സോ OnePlus 9ലും 9 Proയിലും 9Rലൊക്കെ ഉള്ള 65 വാട്ടിൻ്റെ ചാർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് വന്ന റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും 30 വാട്ടിൻ്റെ 30T പ്ലസ് ചാർജിങ് ആയിരിക്കും. സോ OnePlus Nord C 5Gയിൽ വന്ന 30T പ്ലസ് ചാർജിങ് ഉണ്ടല്ലോ, എക്സാക്ട്ലി അതേ ചാർജിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം OnePlusൻ്റെ ഞാൻ പറഞ്ഞില്ല, OnePlusൻ്റെ 9R 40,000 പ്രൈസ് റേഞ്ച് വരുന്ന OnePlus 9Rൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. സോ ആ ഒരു ഡിഫറൻസ് അവരെന്തായാലും മെയിൻറ്റെയിൻ ചെയ്യും. സോ 9 സീരീസും പിന്നെ നോട്ട് സീരീസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരെന്തായാലും ആ ഒരു അകലം അവരെന്തായാലും പാലിക്കും. സോ എന്തായാലും മിക്കവാറും 30 വാട്ടിൻ്റെ ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ OnePlus Nord ഒറിജിനലിൽ സിംഗിൾ സ്പീക്കേഴ്സ് ആയിരുന്നു, സിംഗിൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഇത്തവണ എന്തായാലും ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ടാവും. Nord Cയിലും സിംഗിൾ സ്പീക്കേഴ്സ് ആയിരുന്നു. സോ തീർച്ചയായിട്ടും ഇവിടെ എന്തായാലും ഡ്യുവൽ സ്പീക്കർ തരാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വരും, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരും. ഹെഡ്ഫോൺ ജാക്ക് ഉണ്ടാവില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ടാവും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചർ കാണും. ഡ്യുവൽ 5G സ്റ്റാൻഡ് ബൈൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. SD കാർഡ് സ്ലോട്ട് പ്രതീക്ഷിക്കേണ്ട, മിക്കവാറും അത് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ഈ ഫോണിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പ്രൈസ് ആൻഡ് അവൈലബിലിറ്റി നോക്കാം. ലേറ്റസ്റ്റ് വന്ന ലീക്ക് അനുസരിച്ച് നെക്സ്റ്റ് മന്ത് ആണ് മിക്കവാറും ഇതിൻ്റെ ലോഞ്ച്. ജൂലൈ 1st 2nd വീക്കിൽ എന്തായാലും ഇതിൻ്റെ ഒരു ലോഞ്ച് ഉണ്ടാവും. Nord 2ൻ്റെ ലോഞ്ച് എന്തായാലും ഉണ്ടാവും. പ്രൈസ് 30,000 ആയിരിക്കും. 28,000, 28,999, 29,999 ആയിരിക്കും സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഗ്ലോബലി മിക്കവാറും 8GB 12GB വേരിയൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രത്യേകം 6GB വേരിയൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ 6GB 128GB ഒരു വേരിയൻറ്റ് ഇന്ത്യയിൽ അവർ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. നോഡിൽ അങ്ങനെ അവർ ചെയ്തിരുന്നു. 6GB 64GB കൊണ്ടുവന്നിരുന്നു, പക്ഷേ അതാർക്കും കിട്ടിയിട്ടൊന്നുമില്ല. സോ ആ സെയിം സംഭവം ഇവിടെ നടക്കാതിരിക്കട്ടെ. അതുമാത്രമല്ല OnePlus Nord Cയിൽ അവർ ആ ഒരു ചെറിയൊരു തരികട പരിപാടി കാണിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ ഒരു ബ്ലൂ വേരിയൻ്റ് ഉണ്ടല്ലോ, പക്ഷേ ഈ ബ്ലൂ വേരിയൻ്റ് ലോയസ്റ്റ് വേരിയൻ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ 6GB 128GB ഉണ്ടല്ലോ ലോയസ്റ്റ് വേരിയൻറ്റ്, അതിൽ ഈ ഒരു ബ്ലൂ വേരിയൻറ്റ് ഇപ്പം ഇല്ലായിരുന്നു. ഫസ്റ്റ് സെയിലില്ലായിരുന്നു, പിന്നീട് വരുമോ എന്നറിയില്ല. പക്ഷേ ഫസ്റ്റ് സെയിലിൽ അതില്ലായിരുന്നു. ഒരു ബ്രാൻഡ് ഒരു ഫോൺ ഇറക്കുമ്പോൾ എല്ലാ റാം വേരിയൻറ്റിൽ എല്ലാ കളേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പം പ്രോ നോൺ പ്രോ വേരിയൻ്റ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് എക്സാക്ട്ലി സെയിം ഫോണിൻ്റെ ഡിഫറെൻറ്റ് റാം സ്റ്റോറേജ് വേരിയൻസ് ആണ്. അതെല്ലാം കളേഴ്സിൽ വരേണ്ടതാണ്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഹാർഡ്വെയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ, സ്പെസിഫിക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോണായിരിക്കും OnePlus Nord 2. ഈവൻ സോഫ്റ്റ്വെയർ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരിക്കും. ഓക്സിജൻ OS ആണ് വരാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് പെർഫോമൻസ് കിട്ടും. സോ ഈ ലീക്ഡ് ആയ ഇൻഫോർമേഷനൊക്കെ ശരിയാണെങ്കിൽ ഐ എം റിയലി എക്സൈറ്റഡ്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഓഫ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.